Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Good Miss. afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. യൂണിറ്റ് 5 ആരെങ്കിലും എടുത്തിരുന്നോ? ഡെവലപ്മെന്റ് പ്രൊഫൈല് ഇല്ല. എടുത്തിട്ടില്ല. ഇല്ല ma'am. ഇല്ല. Okay. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? Good afternoon, ma'am. Prayer ഞാനാണ് മിസ്. പഠിക്കുക. ഓക്കെ. കേൾക്കുന്നുണ്ടോ മിസ്? കേൾക്കാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ മിസ്. Okay. Thought of the day. Ma'am, ഞാനാണ് രേവതി. Stay optimistic. Every new day offers an opportunity to improve. എപ്പോഴും നമ്മൾ പോസിറ്റീവ് മൈൻഡ് ആയിട്ട് ഡെയിലി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊക്കെ ഓഫറിങ്സ് ആണ് നമുക്ക്
വച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റോടെ ഇരിക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. Okay, good afternoon. Sign in. Good afternoon, friends and ma'am. മലാല ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. മലാല യൂസഫ് സായിയുടെ ഒരിക്കലും തോറ്റുപോകാത്ത ധൈര്യത്തിന്റെ കഥ. പാകിസ്ഥാനിലെ താഴ്വരയിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു മലാല യൂസഫ് സായി. ചെറിയ വയസ്സു മുതൽ തന്നെ പഠനത്തോടും പുസ്തകങ്ങളോടും അവൾക്ക് അസാധാരണമായ ഒരു ഇഷ്ടം. സ്കൂളിൽ പോകാൻ വെറും പേനയും പുസ്തകവും മതി. പക്ഷേ മലാലയ്ക്ക് സ്കൂളിലേക്കുള്ള വഴി അത്ര എളുപ്പമായിരുന്നില്ല. ആ പ്രദേശത്ത് ചില ശക്തികൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുമായിരുന്നു. പെൺകുട്ടികൾക്ക് പഠനം വേണ്ട എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ മലാലയുടെ മനസ്സിൽ ഒരു ചെറിയ തീക്കനലുണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും പഠിക്കാൻ അവകാശമുണ്ട്. മലാല സ്കൂൾ ബസ്സിൽ കയറി പഠനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അവളുടെ ചെറിയ വാക്കുകൾ ലോകമെമ്പാടും തരംഗമാവുകയായിരുന്നു. അവളുടെ ആശയം ലളിതം: പുസ്തകവും പേനയും ലോകത്തെ മാറ്റാം. ഒരു ദിവസം സ്കൂൾ ബസ്സിൽ മടങ്ങുമ്പോൾ ഭീകരർ അവളെ ലക്ഷ്യം വെച്ചു. അവൾക്ക് നേരെ വെടിയുതിർന്നു. ലോകം അത്ഭുതപ്പെട്ടു. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ശബ്ദം ഇത്രയും ഭീഷണിയോ? പക്ഷേ അത്ഭുതം സംഭവിച്ചു. മലാല മരിച്ചില്ല. അവൾ ഉയിർത്തെഴുന്നേറ്റ് കൂടുതൽ ശക്തിയായി. ദൈർഘ്യമേറിയ ചികിത്സയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിൽ അവൾ വീണ്ടും എഴുന്നേറ്റു. ഇവിടെ നിന്ന് അവൾ ആഗോളവേദിയിൽ വിദ്യാഭ്യാസത്തിനായി ശബ്ദമുയർത്തി. ലോക നേതാക്കളുമായി സംസാരിക്കുകയും മീറ്റിംഗുകൾ നയിക്കുകയും ചെയ്തു. അവളുടെ ജീവിതം ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥയല്ല. നിശബ്ദരാക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ സ്വരമായിരുന്നു മലാല. അവളുടെ ധൈര്യത്തിനും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്കും 2014 17-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമാധാന പുരസ്കാര ജേതാവായി അവൾ ഉയർന്നു. മലാലയുടെ ജീവിതം നമ്മോട് പഠിപ്പിക്കുന്നത് പ്രായം ഒരു തടസ്സമല്ല. വിദ്യാഭ്യാസം ഏറ്റവും വലിയ ആയുധമാണ്. ജീവിതം എത്ര പ്രയാസം തന്നാലും ഉറച്ച മനസ്സുള്ളവർ തോറ്റുപോകില്ല. ചെറിയ ഒരു പെൺകുട്ടിയുടെ വലിയ സ്വപ്നം ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ പ്രകാശപ്പെടുത്തുകയാണ്. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന, ഇവ ലോകം മാറ്റാൻ മതിയാകും. മലാല. സൈൻ. Very good. Yes. Good afternoon. Good afternoon. Good afternoon. നിങ്ങൾ റസ്മിനെ എവിടെ പോയിടോ? ഇല്ല, മോന് സുഖയിലായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മോന് സുഖയിലായിരുന്നു. ഒരു അലർജി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. സമയാകുമ്പത്തേക്ക് എത്താൻ പറ്റിയില്ല തിരിച്ച്. നല്ല തിരക്കായിരുന്നു ഡോക്ടർക്ക്. Okay, മാറി വന്നിട്ട് ഇതായി കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ചെറിയ ചെറിയ പ്രാണികൾ കടിക്കുന്നു. നമുക്കൊന്നുമില്ല, അവന്റെ ശരീരത്തിന് മാത്രമാണ് അത് പ്രശ്നം എന്നാ പറഞ്ഞത്. അത് കടിക്കാതെ സൂക്ഷിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല. അതിനുള്ള മരുന്നുകൾ തന്നിട്ടുണ്ട്, പക്ഷെ വേറെ വഴിയില്ല. അത് ശ്രദ്ധിക്കുക. 1.5 മാസത്തോളമുള്ള മരുന്ന് തന്നിട്ടുണ്ട് അലർജീന്റെ. ഓക്കെ. ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഡ്രസ്സും ഫുഡൊക്കെ ഇങ്ങനെ സെൻസിറ്റീവ് ആയ സ്കിന്നാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അതെ, ഫുൾ ഇട്ട് കൊടുക്കാനാ പറഞ്ഞത്. ഫുൾ കൈയും ഫുൾ കാലും ഉള്ള ഡ്രസ് ഇടിക്കാൻ. ഓക്കെ, നമ്മൾ ഇന്നലെ ബെഡ്റൂം മാനേഴ്സ് കംപ്ലീറ്റ് പറഞ്ഞോ? അതാ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞോ? ഇല്ല, ജനറൽ മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ് വരെ പറഞ്ഞു. ജനറൽ മാനേഴ്സ് എത്തിയിട്ടില്ല. ജനറൽ മാനേഴ്സ് എന്തൊക്കെയാണ്? പൊതുമര്യാദകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? Teachers should watch the students to have good general manners. Social behavior can make men excellent. Generally, teachers are giving commands, but they fail to ask whether they are following or not. It is the duty of the teacher to give instruction and detect whether they are following. If they fail to follow, they should punish them and make them follow. Otherwise, they would not have general manners. Okay, നമുക്ക് ഈ കുട്ടികൾക്ക് എങ്ങനെ ജനറൽ മാനേഴ്സ് പഠിപ്പിക്കാൻ പറ്റും? കുട്ടികൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്
എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അവരുടെ ബിഹേവിയറിൽ നമുക്ക് മനസ്സിലാക്കാം. ബിഹേവിയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അധ്യാപകര് ഒരു കുട്ടി ജനറൽ ആയിട്ടുള്ള മാനേഴ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അധ്യാപകർ ആദ്യം വാച്ച് ചെയ്യണം അല്ലെ. ഓക്കെ, അതായത് നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പോൾ അതിൻ്റെതായിട്ട് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു സ്കൂൾ സെറ്റിങ്സിലും അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷൻസ്. ചില കുട്ടികള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് ക്യാച്ച് ചെയ്യും. പക്ഷെ ചില കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പുറത്തൊരാളെ കണ്ടാൽ ഇപ്പൊ ഒരു പുറത്തെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ പുറത്ത് പോയാൽ പോലും പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട് അല്ലെ. കുട്ടികളെ കൊണ്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് അല്ലെ, ഇവിടെയൊക്കെ എന്താണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള മാനേഴ്സ് പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, വീട്ടിലെ ബിഹേവിയർ ആണോ നമ്മൾ പുറത്ത് കാണിക്കേണ്ടത്? അല്ല. അപ്പൊ വീട്ടിൽ എന്താണ് പുറമെ എന്താണെന്നുള്ളതിന് രണ്ടിന്റെ ആ ഒരു വേരിയേഷൻ, ആ ഡിഫറൻസ് കുട്ടികൾക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ദെൻ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രമേ കുട്ടികളിൽ ഇത് ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മള് പൊതുമര്യാദകളെ കുറിച്ച് പറയുമെങ്കിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻ കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെങ്കും കൊണ്ടുപോകാതിരുന്ന് സ്കൂളിൽ മാത്രം സ്കൂള് വിടുന്നുള്ള ഒരു പരിപാടിയാണെങ്കിൽ എന്താണ് കുട്ടിക്ക് വ്യക്തമായിട്ട് സൊസൈറ്റിനോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് പോലും പറയാണ്ടായിപ്പോ. ഓക്കെ, അപ്പൊ അത്ര ഇപ്പൊ ഒരു അതുപോലെ റെസ്റ്റോറന്റിൽ കയറുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാരന്റ്സിന് തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലെ. അത് കുട്ടികളത് ഫോളോ ചെയ്തേ മതിയാവും. കാരണം എന്താണ്, നമ്മൾ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള മനുഷ്യരുമായിട്ടാണ് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ നോട്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മളിൽ ഒരു ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മര്യാദകൾ നമ്മൾ കുട്ടികളിലാണെങ്കിലും നമ്മളിലാണെങ്കിലും പാലിക്കുന്നത്. ഓക്കെ മാം, എന്റെ മകനുണ്ട്. എന്റെ മകന് 3 years കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന കോട്ടന്റെ താഴെയുള്ള പാർക്കിൽ ഞാൻ അവനെ ഒരു 4:35 ഒക്കെ കഴിയുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഈ കൊണ്ടുപോകുന്ന സമയത്തിന് ഇവനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി കളിക്കുന്ന ഒരു പാർക്കിൽ ഇതില് അവനും കയറണം. അവന് അത് തന്നെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം അവന്റെ അടുത്ത് പറയും, ഇല്ല, വേറൊരു ഇതിൽ പോയി കളിക്കുക, വേറൊരാൾ ഇല്ലാത്തടുത്ത് നീ ഇരിക്കാം, വേറൊരാളെ മാറ്റിയിട്ട് കയറി ഇരിക്കാൻ നോക്കരുതെന്ന്. അപ്പൊ ഇത് സ്ഥിരമായപ്പോ എന്താണ്, ഞാൻ പറയും, അങ്ങനെ നീ വാശി കാണിക്കുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറി പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ആയപ്പോ ഇപ്പൊ ആൾക്ക് മനസ്സിലായി തിരിച്ച് വീട്ടിൽ പോകേണ്ട വരും എന്നാകുമ്പോ പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി കളിക്കാൻ തുടങ്ങും. ഇത് സ്ഥിരം അവൻ ചെയ്യുന്ന സ്വഭാവമായിരുന്നു നേരത്തെയൊക്കെ. എപ്പോഴും നമ്മള് അവരുടെ ഭാഷയ്ക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. ശരിക്കും നമ്മളൊരു സ്ക്രിപ്റ്റ് വെച്ചില്ലെങ്കിൽ അവര് ശരിക്കും നമ്മുടെ തലയ്ക്ക് കയറും. അതെ മാം. ഒരു വാശി അവർ വെച്ചിരുന്ന അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ അവരത് കേൾക്കത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തന്നെ മാറ്റേണ്ടി വരും. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും, ഇനി കളിക്കാൻ വിടത്തില്ല എന്നുള്ള ഇതാവുമ്പോ പിന്നെ അവർ മാറും അത്. ഇന്നല്ല ടീച്ചർ ചാപ്റ്റർ തീർന്നിട്ടേ എടുക്കാവുന്നുള്ളൂ കേട്ടോ. വീഡിയോ കണ്ടു കേട്ടോ. MT8 സ്മാർട്ട് സ്ക്രീന്റെ സ്റ്റാറ്റസ് വെച്ച വീഡിയോ കണ്ടു. ചെറിയ വീഡിയോ ആണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചെറിയ വീഡിയോ, ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു, പക്ഷെ ചെറുതായിട്ട് നമ്മൾ ആ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടീച്ചർ ഡാൻസ് കളിക്കുന്നൊക്കെ കണ്ടിരുന്നോ? ഷിജിനാസിനോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. ഷിജിനാസിന്റെ വർക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ടാലന്റഡ് ഉള്ള ആളാണെന്ന് അറിയണ്ടേ. താങ്ക് യു. ഇഷ്ടപ്പെട്ടോട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ എല്ലാ ടീച്ചേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയാ, ഹൃദയം നടന്നിട്ട് താങ്ക്സ് അങ്ങോട്ട് പറയണം കേട്ടോ. താങ്ക് യു. നല്ല കാര്യം, നല്ല ടാലന്റ് ഉണ്ട്. അപ്പൊ അതങ്ങനെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ. ആ വർക്ക്സുകൾ തന്നെ ചെയ്യുന്നതാണോ, തന്നെ ഇഷ്ടമാണോ അങ്ങനെ ചെയ്യാൻ? ഇഷ്ടമാണ്. ഞാൻ സേവ് ദ ഡേറ്റ്, കല്യാണ ഫംഗ്ഷനൊക്കെ ചെയ്യലുണ്ട്. സേവ് ദ ഡേറ്റ്, ഫ്രെയിം, എൻഗേജ്മെന്റിന്റെ ഇതൊക്കെ ചെയ്യലുണ്ട്. നല്ല കാര്യം, നല്ല കഴിവുകളാണ് അതൊക്കെ കേട്ടോ. അത് ഫോളോ ചെയ്യാൻ നല്ല രീതിയില്. ഓക്കെ. ചെറുതായിട്ട് ഒതുങ്ങി പോയത് പതിയെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരണം കേട്ടോ. നല്ലൊരു ഓണ്ടർപ്രണർക്ക് ആയിട്ട് മാറുന്നത് ഫ്രെയിംസിന്റെ ഒരു സെറ്റപ്പില്. ടീച്ചറുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന്. ഞാൻ അനുഗ്രഹിക്കാനുള്ള ആളൊന്നല്ല, പക്ഷെ ഇതിനകത്ത് നല്ല കഴിവുണ്ട്, ദൈവം അനുഗ്രഹിച്ച്.
നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ഷിനാസ് തന്നെയാണ് കേട്ടോ. അത്രേ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ അധ്യാപകരെ സംബന്ധിച്ചുള്ള കുട്ടികൾ സ്കൂൾ സെറ്റിംഗ്സിൽ ബിഹേവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ മാത്രമല്ല കുട്ടികൾ ബിഹേവ് ചെയ്യേണ്ടത്. എന്താണ്, ചില സമയത്ത് നമ്മൾ ഇന്റർവെൽ ടൈമിൽ അല്ലാതെ ഫംഗ്ഷൻസ് നടക്കുമ്പോഴൊക്കെ മറ്റ് അധ്യാപകരുമായിട്ടും അനധ്യാപകരുമായിട്ടും സ്റ്റാഫുകളായിട്ടൊക്കെ ഇടപെടേണ്ട സിറ്റുവേഷൻസ്. ആ സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് അവിടെ ആ ഒരു സെറ്റിംഗ്സിൽ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം, അവരോട് ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് കൂടി അധ്യാപകർ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല അവർക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ചില കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ ടൈമൊക്കെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ചില സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട്. എത്ര പറഞ്ഞാലും ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കും ആ ഒരു ലഞ്ച് ബ്രേക്കിന്റെ ടൈമില്. ഓക്കെ, അതൊക്കെ ഡിസിപ്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു കുറച്ച് സമയം അല്ലെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കാം. എന്നിരുന്നാലും എന്താണ്, അമിതമായിട്ട് കുട്ടികൾ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്താണ് നമ്മളത് പറഞ്ഞ് അവരെ കറക്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇന്റർവെൽ ടൈമിലാണ് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള മര്യാദ ഇല്ലാത്തത് അല്ലെ. അവരെ ഭയങ്കര ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്ത ഒരു ടൈമാണ് ഇന്റർവെൽ ടൈംസ്. കണ്ടിട്ടുണ്ടാവും നിങ്ങളും നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ? അല്ലേ? അതെ അതെ. ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോഴേ ഇതേപോലെ തന്നെയായിരുന്നു. ഇന്റർവെല് ടൈമിന് അവരിങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നിട്ട് ആ സമയം ആവാൻ കാത്തിക്കും. അതേപോലെ ഫുഡ് കഴിക്കുന്ന ടൈമിന് അതെ പെട്ടെന്ന് ഇങ്ങനെ ഓടാനൊക്കെ ശ്രമിക്കും. അപ്പൊ അവർ അച്ചടക്കത്തോടെ നിർത്തും. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ കാണാൻ ഈ കുട്ടികളെ നമ്മൾ പണിഷ് ചെയ്യണ്ട, എന്താ ചെയ്യണ്ട, പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ. പണിഷ്മെന്റ് ചെയ്തിട്ട് അത്ര കുസൃതികൾ കാണിക്കണമെങ്കിൽ മാത്രം ഒരു പണിഷ്മെന്റിലേക്ക് പോയാൽ മതി. പനിഷ്മെന്റ് ഇല്ല. അല്ല ഇവിടെ ഞാൻ ഓക്കെ ശരി. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്ലാസ് റൂമിൽ മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ചുറ്റുപാടും പാലിക്കേണ്ട എന്തൊക്കെ മാനേഴ്സ് ഉണ്ടെന്ന് കൂടി നിങ്ങൾ ക്ലാസ്സിൽ കിട്ടുന്ന ടൈമിലൊക്കെ അതേപോലെ ചില രീതികളിൽ എല്ലാ കണ്ടന്റ്സ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല നോക്കേണ്ടത്. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ അതിന്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ദെൻ അത് മാത്രമല്ല ഈ ജനറൽ മര്യാദ നമ്മുടെ ശരിക്കും ഫാമിലിയിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ? ആവശ്യമുണ്ടോ അതിന്റെ ജനറൽ മാനേഴ്സ് ഫാമിലിയിൽ പാലിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, ഉണ്ട്. അല്ലെ? അച്ഛനാണെങ്കിൽ അമ്മനോടാണെങ്കിൽ അല്ല ആരോടാണെങ്കിലും നമ്മള് ആ ഒരു റെസ്പെക്ട് വെച്ചിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ? ഇനി അതിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അങ്കിൾ ആന്റി ഒക്കെ ഉണ്ടാവില്ലേ, ജോയിന്റ് ഫാമിലിയൊക്കെ ആണെങ്കിലും അവരോട് എങ്ങനെയായിരിക്കണം ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് ബിഹേവ് ചെയ്യരുതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് നല്ല കാര്യമാണ്. കാരണം അവരുടെ ലൈഫ് ലോങ്ങിൽ അത് ഒരുപാട് സ്വാധീനിക്കും അവരെ. ആ ബിഹേവിയർ ഒരുപാട് ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അമ്മേനെ അടിക്കുന്ന, കുറച്ച് വലിപ്പമുള്ള കുട്ടികള് അമ്മനെ അടിക്കുന്ന രീതിയിലുള്ള ഉമ്മനെ അടിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെറുതിലെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതൊരു കുഴപ്പമില്ലാത്ത സംഭവമാന്നുള്ള രീതിയിലേക്ക് പോകും. ചെറുതിൽ അത് ചെയ്യുമ്പോ അത് നമ്മൾ തടയാത്തത് കൊണ്ടാണ് വലിപ്പത്തിലാവുമ്പോ ആ ഒരു രീതിയിലേക്ക് എതിർത്ത് പറയാ, എതിർത്ത് സംസാരിക്കുക, ആ ഒരു രീതിയിലേക്ക് പോവാം. നമ്മൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാനറിസം ബിഹേവിയർ ഉണ്ട്. അത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ എന്നിരുന്നാലും അവർക്ക് അവരുടേതായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവർ പെരുമാറുള്ളൂ അല്ലെ? നമ്മൾ ഇത്ര ഫോഴ്സ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം അതങ്ങനെയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്താണ്? സോഷ്യലാണ്. Okay, so he has to adjust with everybody. He has to comply with the rules and regulations of the society, helping others, especially needy, avoiding taking ill of others, avoid pride and eagerness, avoid laziness, avoid committing sins. Okay, അവിടെ പറയാനേക്ക് പറയാം. നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യനൊരു സോഷ്യൽ ബീയിങ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാകുമ്പോൾ സോഷ്യൽ ബീയിങ് ആണ് നമ്മൾ. സാമൂഹ്യ ജീവിയാണ് അല്ലെ? നമ്മൾ ഓൾറെഡി എല്ലാവരും ഒരു സൊസൈറ്റിയിൽ എവറിബഡി എന്താണ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫ്. നമ്മൾ എല്ലാവരോടും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയല്ലേ പോകുന്നത്? എത്ര എന്തൊക്കെയാണെങ്കിലും എന്താണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ലൈഫ് നീങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത്. നമ്മൾ അഡ്ജസ്റ്റഡ് ആണ്. എന്ത് തരം സംഭവങ്ങളാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മറ്റുള്ള ബിഹേവിയർ മറ്റു മനുഷ്യന്മാരുമായിട്ട് എങ്ങനെയാണ്
നമ്മൾ അതിൽ അവരുമായിട്ട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് കാണിച്ചു പോകുന്നത്. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് ആൾക്കാരും ഇന്ന് സൊസൈറ്റിയിൽ ജീവിക്കുന്നത്, കുറെ പേര്. അപ്പൊ അത്തരം അഡ്ജസ്റ്റ്മെന്റുകളും അതിൽ റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അത് അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സോഷ്യൽ അനിമൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഉള്ള ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ആവശ്യം, പ്രത്യേകിച്ച് ഹെൽപ്പിംഗ് സിറ്റുവേഷൻ. നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാല് ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയ വുമൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റിൽ നിന്ന് മാറി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത് തന്നെ നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതേപോലെ പ്രായമാരായിട്ടുള്ളവരെ, ഇപ്പൊ കണ്ണ് കാണാത്തവർക്കൊക്കെ പ്രത്യേകമായിട്ട് സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സീറ്റിലേക്ക് ഇപ്പൊ എന്താണ് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ കയറിയിരിക്കാൻ അല്ലെ? കണ്ണ് കാണാത്ത അന്ധന്മാർക്കൊക്കെ വേണ്ടി റിസർവ് ചെയ്ത സീറ്റിൽ നമ്മൾ കയറി ഇരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ മിക്കതും അങ്ങനെ ചെയ്യാറില്ല. കണ്ടു കഴിഞ്ഞാലും എന്താണ്, പ്രായമുള്ളവരെ കണ്ടാലോ പ്രഗ്നന്റ് ലേഡീസിനെ കണ്ടാലോ ഒന്നും മാറിയൊന്നും കൊടുക്കാറില്ല. അവരുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൈസഹായ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കണം നമ്മളെപ്പോഴും. സൊസൈറ്റിക്ക് കൂടി നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും കുട്ടികളെക്കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട്. പിന്നെ അതേപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രായ ആൾക്കാരായിട്ടുണ്ടാവും അല്ലെ, പ്രായമുള്ള ആൾക്കാർ ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ടാവും, അന്ധന്മാരുണ്ടാവും, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ടാവും. അവരെയൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ഒന്ന് ക്രോസ് ചെയ്ത ആൾക്ക് എവിടെയാണെന്ന് പോവേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ കയറാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നമില്ല. അത് നമുക്ക് ആ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അവസരങ്ങളൊക്കെ കാണാണ്, സിറ്റുവേഷൻസ് കാണാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ഒരുവിധം മുതിർന്നു കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, ഒരുവിധം മുതിർന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ഇപ്പോഴേ പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്ന് മനസ്സിലാവണം. ഓക്കെ, ഇനി നമ്മളുടെ സ്വഭാവത്തിന് അതുപോലെ മാം ഇപ്പോഴുള്ള ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും, നമ്മൾ ചെയ്യുന്ന എന്തിനാ വേറൊരാൾ ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് ചോദിച്ചു പറയും. അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്തിനാണെന്ന് അങ്ങനെ പറയാറുണ്ട് നമ്മൾ. ഈ കുട്ടികളും അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. സ്റ്റാർട്ടിങ് നമ്മൾ ഇന്നാവട്ടെ, നമ്മൾ ഒരാളെ കാണിച്ചു കൊടുക്കുമ്പോൾ വേറൊരാൾ നമ്മളെ കണ്ട് ചെയ്തോളും എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അവരുടെ അടുത്ത്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ വെൽക്കം ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കൂലേ, അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന്, അതെ എന്റെ വീട്ടിൽ നിന്ന് അത് ശീലിച്ചത്. ചെറുതു മുതലേ അങ്ങനെ പുറത്തുനിന്ന് ആരെയും കയറി വരുമ്പോൾ നമ്മുടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ അവർക്ക് ആർക്കും ആ ഒരു ശീലം ഇല്ല. ആരും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുന്നിടത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ എന്നോട് ഓട്ടോമാറ്റിക് ആയിട്ട് അതെ നമുക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ അവർക്കത് കുഴപ്പമില്ല, അവരത് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയാണ്. അവർക്കത് പ്രശ്നമുള്ള സംഭവമല്ല. പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക് ആയി അത് നമ്മൾ ചെറുതിലേ ശീലിച്ചോണ്ടാന്ന് അറിയില്ല, ആര് വന്നാലും ഇങ്ങനെ ഇരുന്നിടത്ത് എണീറ്റ് പോലെ, കടന്നിട്ടാണെങ്കിൽ ആ കടന്നിടത്ത് എണീറ്റ് ഇരുന്ന് പോവും. ആ ഒരു രീതി ശീലിച്ചുകൊണ്ട് അത് അങ്ങനെ പോയി. പക്ഷെ അത് അവർക്ക് ആ ഒരു രീതിയിൽ പ്രശ്നമൊന്നുമല്ലേ, പക്ഷെ അത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് ചെയ്തു പോവും, ചെറുതിലേ ശീലിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോ ഇതേപോലെ നമ്മൾ പറയില്ല, ഇപ്പൊ ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാന്ന് പറയുന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ ബാധകമാണ്. പെൺകുട്ടി മാത്രം ഒന്നുമില്ല, രണ്ടുപേർക്കും ഈക്വലാണ് അല്ലെ. ഓക്കെ, ആ റെസ്പെക്ട് അത് നാച്ചുറലി വേണം, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അത് നാച്ചുറലി ആണ്. ഇപ്പോ നമ്മൾ ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മളുടെ ഉള്ള ഗുഡ് മാനേഴ്സിന്റെ ഭാഗമായിട്ടാണ്, റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകുന്നതാണ്. അത് നല്ല ക്വാളിറ്റി ആണ്. നമ്മള് കുട്ടികളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞു കൊടുത്ത് പിന്നെ അവര് തന്നെ മനസ്സിലാക്കണം എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭങ്ങളാണെന്ന്. അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രം അവരത് ചെയ്യുള്ളൂ. അതെന്താണ് എത്ര പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്, അത് നല്ലൊരു മര്യാദയുടെ ഭാഗമാണ്, ഒരു റെസ്പെക്റ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യം, കുട്ടികളെ ഫോണിലാണെങ്കിൽ മൈൻഡ് ചെയ്യേയില്ല. ആര് വന്നതും പോയതും അവരറിയാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോണ് കാണുന്നതാണ്, അവര് ഫോണ് വാങ്ങിച്ചു വെച്ചിട്ട് വന്ന ആളെ വന്നതും പോയതും അവരറിയില്ല. നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അവര് വന്നതും പോയതും ആരാ വന്നതും ഒന്നും അവരറിയാൻ പോകുന്നില്ല, ആ ഫോണിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ സമയത്തൊന്നും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതും കുട്ടിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഫോണ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മൾ പറ്റുന്നിടത്തോളം ഈ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്.
മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശമായിട്ടൊക്കെ എന്തെങ്കിലും പറയും, അത് നല്ല സ്വഭാവമാണോ? അല്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാത്ത നമ്മുടെ കണ്ണിൽ കാണാതെയോ നമ്മൾ ചെവിട്ടുകൊണ്ട് കേൾക്കാതെയോ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ചാണെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ കണ്ണിൽ അത് കണ്ടാൽ മാത്രം വിശ്വസിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ശരിക്കും റീസൺ തപ്പി നോക്കണം, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം, സത്യമാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ഒരു വ്യക്തിയെ നമ്മൾ അവിശ്വസിക്കാൻ പാടുള്ളൂ. അതുവരെ എന്താണ് ആളെ ട്രസ്റ്റ് ചെയ്തേ മതിയാവും. ഓക്കെ. പിന്നെ മറ്റുള്ളവരെ കുറിച്ചിട്ട് അനാവശ്യം നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് നല്ലൊരു സ്വഭാവമല്ല. അല്ലെ? സംസാരിക്കരുത് എന്ന് പറയില്ല മാം, കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറയില്ല നമ്മളതിന്. അറിയാതെ സംസാരിക്കരുത്. ഓക്കെ. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആളുടെ ഭാഗത്തും കൂടി ചിന്തിച്ചിട്ടായിരിക്കണം നമ്മള് ആളെന്തെങ്കിലും പറയാൻ വേണ്ടി തന്നെ. അതായത് നമ്മൾ ഇതേ സിറ്റുവേഷൻ വന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാവും. അയാളുടെ സ്ഥാനത്ത് നമ്മളൊന്ന് വിചാരിക്കുക, അപ്പൊ തീരാവുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കുവോ? ആരും ചിന്തിക്കില്ല. ആ സമയത്ത് ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചോളും. നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താറുള്ള സിറ്റുവേഷൻ. പക്ഷെ എല്ലാവരും അല്ല, പലരും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? ഇനി അതേപോലെ എന്താണ് അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. എന്താണ് അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ് എന്ന് പറയുന്നത്? അഹംഭാവം. അത് ഒഴിവാക്കണം. അഹങ്കാരം എന്തിനാണ്? ഈഗോസെൻട്രിസം. അതെന്തിന്റെ കാര്യമല്ലേ? ആവശ്യമില്ലാത്തൊരു സാധനം അത്. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യനുണ്ടത്. അതെങ്ങനെ നോർമലി അതെങ്ങനെ വരും അല്ലെ? അത് നമുക്ക് ഫേസ് ചെയ്യുന്ന തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ അഹംഭാവം എന്നൊരു സാധനം അല്ലെ? കറക്റ്റ് അല്ലേ? ഫേസ് ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന മറ്റൊരു തന്ത്രമാണത്. ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റും, അതാളുടെ ഫേസിൽ ഭയങ്കര കട്ടിയായിട്ട് നിൽക്കും അല്ലെ? കണ്ണിലുണ്ടാവും, ശബ്ദത്തിലൊക്കെ ഉണ്ടാവാറ്. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഒരിക്കലും ഗുഡ് മാനേഴ്സിന്റെ ഭാഗമല്ല. ഓക്കെ. പിന്നെന്താണ്? അവോയ്ഡ് ലേസിനെസ്, അവോയ്ഡ് കമ്മിറ്റിംഗ് സൈൻസ്, ബീറ്റിംഗ്, സ്റ്റീലിംഗ്, ഫൈറ്റിംഗ് ആൻഡ് ടെയിലിംഗ് ബാഡ്. നമ്മള് ലേസിനെസ് എന്താണ്? മടി. മടി. അത്തരം സിറ്റുവേഷൻ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മള് ചില കുട്ടികള് മറ്റുള്ളവരോട് ഇങ്ങനെ എന്താ പറയാ അധിക സാധനങ്ങൾ മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് വഴക്കിടുന്നത്, മോശമായ വാക്കുകൾ പറയുന്നത്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, അത് ബാഡ് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച് പറയാറുണ്ട് കുട്ടികൾ അല്ലെ? അത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്താണ്? ഇപ്പൊ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് നല്ല മാനേഴ്സ് ആണോ? മോഷണം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ചെറുതിലെ മുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഏറ്റവും തെറ്റായ ഒരു പ്രവണതയാണ്. എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? സ്കൂളുകളിൽ നമ്മൾ നേരെ കണ്ടിട്ടുണ്ടാവും, നേരെ കാണാൻ പറ്റും അത് ചെയ്യുന്നത്. പെൻസിലോ റബ്ബറോ എന്ത് വേണമെങ്കിലും ചെറിയ രീതിയിൽ അവർ മോഷ്ടിച്ച് ബാഗിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മോഷണം എന്നത് ഒരു തെറ്റായ ബിഹേവിയർ ആണെന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അത് നമ്മളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് അതവർ കണ്ടിന്യൂ ചെയ്യും. പിന്നീട് എന്താണ് വലിയ വലിയ കള്ളത്തരങ്ങളിലേക്ക് പോയിപ്പെടുന്നത് ഈ ചെറുതിൽ ബേസിക് ആയിട്ട് ചെറിയ കാലഘട്ടങ്ങളിൽ കിട്ടുന്ന ഇത്തരം സിറ്റുവേഷൻസിലാണ് അവർ ചിലപ്പോൾ വലിയ കള്ളന്മാരൊക്കെ ആയിട്ട് മാറുന്നത്. ഒരു നുണ പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള മോഷണങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു കുട്ടികളുമായിട്ട് തമാശ രീതിയിൽ തല്ലിപ്പിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ആവശ്യമില്ലാത്ത സംസാരങ്ങളോ വേർഡ്സുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഈ വേർഡ്സുകൾ കുട്ടികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ വേർഡ്സുകള് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ വീട്ടിൽ നിന്ന് മാറ്റണം അല്ലെ? ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഉണ്ടാക്കരുത്, സംസാരിക്കരുത് അല്ലെ? നമ്മുടെ ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷെ കുട്ടി അത് ക്യാച്ച് ചെയ്യും, ആ വേർഡ് ക്യാച്ച് ചെയ്യും, സ്കൂളിൽ പോയി കൃത്യമായിട്ട് പറയുകയും ചെയ്യും. സ്കൂളിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നോട്ടെ അവിടെ വെച്ച് പറയും അല്ലെ? അവിടെ വെച്ച് പറയും. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറയും അച്ഛനും അമ്മയും പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ ആരാ മോശക്കാരാവുന്നത്? നിങ്ങളല്ലേ അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലെ ഏറ്റവും കേൾവിശക്തിയും ശ്രദ്ധയുള്ളത് നമ്മുടെ കുട്ടികൾക്കാണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കും. ഭയങ്കര ഒബ്സർവേഷൻ കപ്പാസിറ്റിയാണ്. നമ്മൾ അറിയുന്നുണ്ടാവില്ല ഒരു വാച്ച് ചെയ്യുന്നതൊക്കെ, ഭയങ്കര കപ്പാസിറ്റി. അത് സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ഒബ്സർവിങ് കപ്പാസിറ്റി അവർക്ക് ഈ ഒരു ടൈമിൽ കൂടുതലാണ്.
നന്നായിട്ട് കേട്ടിരിക്കണ്ടോ? നിങ്ങൾ നിസ്സാരമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും അവര് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യും. ശ്രദ്ധിക്കുക, കൂടെ ഇരുന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു ടേപ്പ് റെക്കോർഡർ അടുത്തിരിക്കുന്നുള്ള വിചാരത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് കേട്ടോ. സൂക്ഷിക്കുക കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ എന്റെ ഉപ്പയും കൂടി വെറുതെ ഇങ്ങനെ സംസാരിച്ചതേ ഉള്ളൂ ട്ടോ. മോള് കളിക്കായിരുന്നു. പക്ഷെ അവളാ വിചാരിച്ചിരിക്കണത് എന്താണ്, ഞങ്ങള് തല്ല് കൂടുകയാണ്. എന്നിട്ട് അവളത് അങ്കലവാടിയിൽ പോയിട്ട് ടീച്ചറോടൊക്കെ വള്ളി പുള്ളി വിടാതെ അവളത് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എന്നോട് ടീച്ചർ ചോദിക്കാം, നിങ്ങളെ ഉപ്പയും മോളും കൂടി തല്ല് കൂടിയോന്ന്. കണ്ടാ, എക്സാമ്പിൾ സഹിതം പറഞ്ഞാണ്. അത്രേ ഉള്ളൂ. ഒന്ന് സൂക്ഷിക്കാം. നല്ല അതുപോലെ ആൾക്കാരാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾ പറയാൻ സാധ്യതയുണ്ട്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ ഉറങ്ങിയോന്നല്ല കേട്ടോ, അവർ ഉറങ്ങിയിട്ടില്ല എന്നതൊന്ന് മനസ്സിലാക്കാം. ഉറക്കം ശരിക്കും ഒരു ഉറക്കം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ശരിക്കും അല്ലാത്തൊരു ഉറക്കം കണ്ടാലേ മനസ്സിലാവും. അപ്പൊ ആ സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഭയങ്കര ഒബ്സർവിങ് കേൾവി ശക്തി കപ്പാസിറ്റി ഉള്ള ടീമുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇതേപോലെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. കുട്ടികൾക്ക് അറിയില്ല അതല്ലേ, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അച്ഛനമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആന്റി ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിവാളും. എന്തെങ്കിലും സീക്രട്സ് ഒക്കെ ഇവര് വഴി പുറത്തേക്ക് വരും. സൂക്ഷിക്കുക. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും അവരുടെ വീട്ടില് പപ്പയും മമ്മിയും എങ്ങനെയാന്നൊക്കെ അവര് പറയും. അതെ, നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് നിങ്ങളുടെ വീട്ടിലെ വിശേഷം നിങ്ങൾ ചോദിച്ചോട്ടോ, അവര് കറക്റ്റ് ആയിട്ട് അത് പറയും. അപ്പൊ അമ്മമ്മനോട് പറഞ്ഞത്, അമ്മച്ചനോട് പറഞ്ഞത്, ചേട്ടൻ എന്നോട് പറഞ്ഞത്, വീട്ടിൽ നടക്കുന്ന കംപ്ലീറ്റ് ഹിസ്റ്ററി അവർക്ക് പറയാൻ പറ്റും. സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കും കുഞ്ഞല്ലേ, കുഞ്ഞൊന്നും അറിയുന്നില്ല, പക്ഷെ കുഞ്ഞെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. സൂക്ഷിക്കാം. ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ആദിൽ കുബാന വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുക്കി ഇടുക്കത്തിയായിട്ട് കസേര ഇരുത്തുവേ. അപ്പൊ അവൻ പെട്ടെന്ന് എടി അമ്മനെ പറയാണ്, എടി ആ സാധനം എടുത്തോടി ഡാഷ്. അത്രയും ഫ്രണ്ട്ഷിപ്പ് ആൾക്കാരുണ്ടായിരുന്നു. എന്തോരം ആൾക്കാർ. ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി. പെണ്ണെന്താ പറയുന്നത്? ആന്റി വരെ പേടിച്ചു പോയി. എന്താ ഇവള് പറയുന്നത്? കേട്ടാ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂക്ഷിക്കണം കേട്ടോ. അവരെ നമ്മളെ വിചാരിക്കുന്ന ആൾക്കാരൊന്നല്ല, പാവമെന്നൊക്കെ തോന്നും, പക്ഷെ എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാൻ സമയത്ത് എന്റെ 2ാം ക്ലാസ്സിലുള്ള ഒരു മോള്, അപ്പോ ഫീസ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ. അപ്പം ഫീസിന്റെ സമയമാകുമ്പോ ഇവര് പറയുമല്ലോ ടീച്ചേഴ്സ് വന്നിട്ട്. അപ്പൊ ടീച്ചേഴ്സ് വന്ന് പോയതിനു ശേഷം മോള് വന്നിട്ട് ഇങ്ങനെ എന്റെ ടേബിളിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കും കുട്ടികൾ. അപ്പൊ മോള് വന്നിട്ട് പറയാ, ഫീസൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ടീച്ചറെ. ഞാൻ ചോദിച്ചു അതെന്താ? ഉപ്പ ഗൾഫിൽ പോയിട്ടില്ല, ഉപ്പ നാട്ടിൽ തന്നെ ഉണ്ട്, പിന്നെ എങ്ങനെ ഫീസ് കൊടുക്കാനാ? ഭയങ്കര കോമഡി ആയിരിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരുന്നത്, ഉച്ചക്ക് ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ഇതെന്താ സ്നാക്സ് കൊണ്ടുവന്നേ ചോദിച്ചാ പറയും, ഉമ്മക്ക് മടിയാ ടീച്ചറെ, ഉമ്മക്ക് രാവിലെ എണീക്കാനുള്ള മടിയാ, ചോറുണ്ടാക്കാൻ മടി. ഇങ്ങനെ നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മള് പണ്ടുണ്ടായിരുന്ന പോലെയല്ല, അവർക്ക് നല്ല നോട്ടീസിങ് കപ്പാസിറ്റി ഉണ്ട്. പെട്ടെന്ന് കാര്യം അവർക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ക്വസ്റ്റ്യൻ മനസ്സിൽ എപ്പോഴും സംശയങ്ങളാണ്, എന്താണ്. അപ്പൊ അങ്ങനെ ചുറ്റിപ്പറ്റി എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. വീട്ടിലെ സകല കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരെ നമ്മള് എന്തെന്നാണ് നമ്മള് കുട്ടികളുടെ ഇപ്പൊ സാരി ഇട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിന്റെ ഇത് പറഞ്ഞു തരും. നല്ല ഭംഗിയുണ്ട്, ഇന്നലെ ഇട്ട സാരി ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഭയങ്കര കഷ്ടപ്പാടുമാണ്, പക്ഷെ നല്ല രസമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ ഭയങ്കരമായിട്ട് കീൻ ഒബ്സർവർ ആയിരിക്കും. ഓരോ കുട്ടിയും എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങളോട് വന്ന് പറഞ്ഞത്, അപ്പൊ ലൈസൻസ് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത വാക്കുകളോ തർക്കങ്ങളോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കുട്ടികളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി മാറ്റേണ്ടതാണ്. പിന്നെ ഒബേയിങ് എൽഡേഴ്സ് അല്ലെ, ഒബേയിങ് എൽഡേഴ്സ് എന്താണ്? മൂത്തവരെ അനുസരിക്കും. എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. പിന്നെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാവരും സ്നേഹിക്കാൻ പറ്റണം. എല്ലാവരും എൽഡേഴ്സ് ആൻഡ് ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം. നമുക്ക് ഓരോ കുട്ടീനെ സംബന്ധിച്ച് അവർക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ ഉണരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞില്ല, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട്. അതിൽ അവർ കോൺഷ്യസ് ആക്കി എടുക്കണം. ഓക്കെ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസും ടാസ്കും ഒക്കെ ചെയ്യാനുണ്ടെന്നതിനെ പറ്റി നല്ല അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. Receiving others with warm words.
എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്. എന്താണ് വാം വേർഡ്സ്? നല്ല വാക്കുകൾ യൂസ് ചെയ്യാം. എന്തോ നല്ല വാം വേർഡ്സ് പറഞ്ഞാൽ നല്ലത് പറയും. അതെ അതെ ma'am. നല്ല വാക്കുകളുണ്ട്, വെൽക്കമിങ് വാക്കുകളുണ്ട്. നല്ല ശരിക്കും വേണം നല്ലത് പറയിപ്പിക്കുക, നല്ല വാക്കുകൾ പറയിപ്പിക്കുക. എപ്പോഴും നമ്മൾ കുട്ടികൾ സംസാരിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിക്കാൻ പഠിക്കുക അല്ലെ. എന്തൊക്കെയാണ്? താങ്ക് യു, എക്സ്ക്യൂസ് മീ, പ്ലീസ്, സോറി, അങ്ങനെ അത്തരത്തിലുള്ള പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആരും എന്ത് തന്നാലും ഒരു താങ്ക്സ് പറയാനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത സോറി പറയാനൊക്കെ ആയിട്ട് വീട്ടിലെ തന്നെ നമ്മളത് പഠിപ്പിക്കാം. ഓക്കെ, മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടും നമ്മൾ ഓരോ എല്ലാവരിലും പല സ്വഭാവങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ക്ലാസ് റൂമിൽ എന്താണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചാൽ പല സ്റ്റുഡൻസ് ആണ്, പല ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരുടെ ഇടയിലും അവർക്ക് എന്താണ് നല്ലൊരു റിലേഷൻഷിപ്സ് ഉണ്ടാവണമെങ്കിലും കുട്ടികൾ നല്ല മര്യാദകൾ സ്റ്റുഡൻസിന്റെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിലും പാലിക്കേണ്ടതുണ്ട്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ അനലൈസ് ചെയ്യാൻ വേണം. അങ്ങനെ എന്തെങ്കിലും ക്രമക്കേടുകളോ ഡിഫിക്കൽട്ടീസോ കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നല്ലൊരു ഒബ്സർവേഷൻ ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അതേപോലെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചില കുട്ടികൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതേ ഫോളോ ചെയ്ത് പോകുന്ന കാണാൻ. പക്ഷെ ചിലവര് എത്ര പറഞ്ഞാലും എന്താണ് പെട്ടെന്നൊന്നും കുട്ടികൾ അങ്ങനെ നല്ലൊരു മര്യാദയിലോട്ടൊന്നും എത്തിച്ചേരില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല ബിഹേവിയറിലേക്ക് എത്തിച്ചേരില്ല. കുറച്ച് സമയം എടുക്കും. അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുന്നവരെ ചിലപ്പോൾ കുഞ്ഞത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലും എന്താണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടി അവനെ സിമ്പിൾ ആയിട്ടുള്ള വഴിയിലൊക്കെ അവനെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ നോക്കിയത് എന്തൊക്കെയാണ്, ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു മാനേഴ്സ് എന്തൊക്കെയാണ്, ബാത്റൂമിൽ കുട്ടികൾ പാലിക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ്, ടീച്ചേഴ്സ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്, ബെഡ്റൂമിൽ കുഞ്ഞുങ്ങൾ പാലിക്കേണ്ടത്, അതേപോലെ തന്നെ പൊതുവായിട്ടൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ എങ്ങനെയായിരിക്കും കുട്ടികളെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത്. ഓക്കെ, എളുപ്പമല്ലേ ഈ ഒരു ചാപ്റ്റർ? അതെ മോണ്ടിസോറിയിൽ അതിന് എളുപ്പമില്ലാത്ത ചാപ്റ്റേഴ്സ് എന്താണ് ഏതെങ്കിലും? ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. പാർട്ട് 3 കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടങ്ങിയോ നിങ്ങൾക്ക്? സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. സെമിനാർ തന്നവര്. ഓക്കെ, 5th ചാപ്റ്റർ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഡെവലപ്മെന്റ് പ്രൊഫൈല് ഇല്ല മാം. സിംഗിൾ ചാപ്റ്റർ ആണ്, ചെറുതാണ്. ഓക്കെ, ചാപ്റ്റർ 5 ഡെവലപ്മെന്റ് പ്രൊഫൈൽ. ഫസ്റ്റ് പാരാഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പാരാഗ്രാഫ് ഇൻട്രോ. Okay. വായിച്ചു കഴിയുമ്പോ പറയണേ. Okay. It is difficulty to give marks on how well a child can run or on how many complex sentences a child can speak. In the report card, you will see the improving stage of the child in all the phases of the development.
This will help the parents confirm what they have themselves been observing and also help the parents pinpoint in which aspects their child needs more guidance through support, assistance and environment. This type of report card of the child is called a development profile of the child. എന്താണ് ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ പറയുന്നത് എന്താണ്? നമുക്ക് ഒരു കുട്ടി എത്രത്തോളം ഓടി, എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇത് ഡിഫിക്കൽട്ട് ആണെന്നാ പറയുന്നത്. കോംപ്ലക്സ് സെന്റൻസ് ഒരു കുട്ടി എത്ര ദിവസം എത്ര എണ്ണം വെച്ച് പറഞ്ഞു എന്നൊക്കെ നമുക്ക് എണ്ണാനോ അതിന് വേണ്ടിയിട്ട് ഒരു മാർക്കൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അല്ലെ? യെസ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ റിപ്പോർട്ട്സ് കാർഡ് കണ്ടിട്ടുണ്ടോ? റിപ്പോർട്ട് കാർഡ് ഹോസ്പിറ്റലിൽ തരുന്നതാണോ? ഹോസ്പിറ്റലാണോ? സ്കൂളില്? അതിലെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതില് അവര് കണ്ടിന്യൂസ് അസസ്മെന്റ് ഉണ്ടാവും. പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്, അവര് ചെയ്യുന്ന അസൈൻമെന്റ്സും കാര്യങ്ങൾക്ക് എല്ലാത്തിനും 5 മാർക്സ് വെച്ച് കാണാലോ. ഒരു 3-4 കോളം അങ്ങനത്തെ ഉണ്ടാവും 20 മാർക്സിന്റെ. എന്തൊക്കെ പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ? എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളിൽ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ആണ്, റിപ്പോർട്ട് കാർഡ്സുകളാണ് അല്ലെ. അതായത് ചിലതില് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു കുട്ടീനെ കുറിച്ച് ഉണ്ടാവും, ചിലതിൽ അധികം ഉണ്ടാവില്ല, ഒരു അക്കാദമിക് ആയിട്ടുള്ളതും പിന്നെ ചെറിയ രീതിയിലൊരു ടാലന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. പക്ഷെ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അവന്റെ ആ ഒരു അക്കാദമിക് ആയിട്ടും അല്ലെങ്കിൽ അവന്റെ മറ്റ് സ്കിൽസ് ആയിട്ട് ഡെവലപ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഡെവലപ്മെന്റ്സിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് അവന്റെ ഓരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആ റിപ്പോർട്ട് കാർഡ്സിൽ വ്യക്തമായിട്ട് അധ്യാപകർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, this will help the parents confirm what they have themselves been observing and also help the parents pinpoint which aspects their child needs more guidance. അപ്പൊ ഈ ഡെവലപ്മെന്റ് കാർഡ് നമ്മൾ അധ്യാപകർ രേഖപ്പെടുത്തുന്ന ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് കുറച്ചും കൂടി ഗൈഡൻസ് ആവശ്യമായിട്ട് വേണ്ടത്, സപ്പോർട്ട് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തില് കുട്ടികളുടെ വികസനത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു സ്കൂൾ അക്കാദമിക് ആൻഡ് മറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യോ ഇമോഷണൽ എല്ലാ ആസ്പെക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഡെവലപ്മെന്റ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു വികാസത്തെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കാർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ ചാപ്റ്റർ ആണ്. Development profile gives the description of ability in terms. അതായത് നമ്മൾ ഈ റിപ്പോർട്ട് കാർഡിൽ എഴുതുന്ന കുട്ടിയുടെ ആ ഒരു എബിലിറ്റി സ്റ്റേറ്റ്സിലേക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് എന്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങളുടെ കീ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അവന്റെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണെന്ന് മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും ടീച്ചേഴ്സ്. അതൊരു കോളത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ശാരീരികമായിട്ടുള്ള മറ്റേ വ്യത്യാസങ്ങൾ, അവന്റെ വികസനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റേജ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? കോഗ്നിറ്റീവിൽ എന്തൊക്കെ വരും? അവന്റെ മെന്റലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് തിങ്കിങ് കപ്പാസിറ്റി, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, റീസണിങ്, പിന്നെന്താണ് അതേപോലെ രണ്ട് റീസണിങ്, ഡിഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ് എങ്ങനെയാണ്, ഏത് രീതിയിൽ കുഞ്ഞു അബ്സ്ട്രാക്ട് ആയിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതായത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിൽ സൂചിപ്പിക്കും. ഓക്കെ, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതിലെന്തായിരിക്കും വരുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റില് ഭാഷാ വികസനത്തിലെ വൊക്കാബുലറീസ് വരും, സെന്റൻസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വേർഡ്സ് എത്രത്തോളം പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് അവന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ച് കുട്ടി ഓരോ സ്റ്റേജിൽ ഓരോ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ആ സ്റ്റേജിൽ അത് കറക്റ്റ് ആയിട്ടാണോ കാണിക്കുന്നത് എന്ന് മാത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തോ ബർത്ത് തൊട്ടിട്ടുള്ള പ്രൊഫൈൽ അല്ലേ പറയുന്നത്? അതെ അതെ, യെസ്. ദെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. എന്താണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്? ക്രിയേറ്റീവ് ആക്ടിവിറ്റി
എന്തൊക്കെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ക്രാഫ്റ്റ്, അവരുടെ ഐഡിയാസ് ഇമോഷൻസ് ഓഫ് ചെയ്യണേ. നിങ്ങൾ ഓരോന്നും നോക്കാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് കുട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് നോക്കി. എന്തൊക്കെയാണ്? പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കോൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്പ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതില് റസ്മിനെ ചോദിച്ചത് എന്താണ്? ബർത്ത് മുതലുള്ള കാര്യങ്ങളാണോ എന്നാണോ ചോദിച്ചത്? അതെ അതെ. അല്ല അല്ല, ഇത് നമ്മൾ 3 to 6 years തുടങ്ങിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഡെവലപ്മെന്റ് നോക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു KG 4th ഒരു പ്രീ KGക്ക് മുന്നാണ്, പ്രീ KG തുടങ്ങി നോക്കുന്നുണ്ടെന്നോ മിക്ക സ്കൂളുകളിൽ. ഓക്കെ, അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിൽ അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള എല്ലാത്തരം സ്കിൽസ്, പ്രത്യേകിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഏജ് നിങ്ങൾ നോക്കിയേ 3 to 6 ആണ് നമ്മൾ പറഞ്ഞത്. പ്രീ നമ്പർ സ്കിൽസുകള്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, മറ്റ് ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ട്, ഷേപ്സ്, അത്തരം കളറിംഗ് കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്തൊക്കെ നോക്കുന്നു? ലിസണിംഗ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻ. എന്താണ് ലിസണിംഗ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്? കേൾക്കാനുള്ള കഴിവും പിന്നെ പറയാനുള്ള കഴിവും. അത് സ്റ്റോറി പറഞ്ഞാലും ലിസൺ ചെയ്യുന്നുണ്ടോ? സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ലിസൺ ചെയ്യുന്നുണ്ട്. പോയോ ആണെങ്കിലും ഇത് ലിസൺ ചെയ്തിട്ട് അതിന് റെസ്പോൺസ് കുട്ടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അത് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഓറലായിട്ടുള്ള എക്സ്പ്രഷൻ കാണിക്കണമെങ്കിൽ അവർ എന്ത് വേണം? എന്ത് ഉപയോഗിക്കാൻ അറിയണം? വേർഡ്സ്, വേർഡ്സ് ഭാഷ, ഉപയോഗിക്കാൻ, ലാംഗ്വേജ്. സെന്റൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കുഞ്ഞിനെ അറിയാൻ സാധിക്കും. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരുന്നത് മ്യൂസിക്, സിംഗിങ്, ഡ്രോയിങ്, പെയിന്റിംഗ്, ക്രാഫ്റ്റ്, ഡ്രാമാസ്, റോൾ പ്ലേ, മേക്കിംഗ് അപ്പ് സ്ട്രോങ് പോയം ഓർ ഗെയിം ഓർ പ്രോ എക്സെട്ര. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ എന്തിൽ വരും? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരും അല്ലെ. ഇവിടെയാണ് കുട്ടികളുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് ഒക്കെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പെയിന്റിങ്ങിനോട് തന്നെയായിരിക്കും കുട്ടി ഏറ്റവും കൂടുതൽ, അതായത് കോമ്പറ്റീഷൻ പങ്കെടുക്കാനാണെങ്കിൽ ക്ലാസ് മുറിയിലാണെങ്കിലും എന്താണ് നിരന്തരമായിട്ട് ആ ഒരു കഴിവിനോട് പെയിന്റ് ചെയ്യാനോ ഡ്രോയിങ് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി കാണിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ മ്യൂസിക്കിനോട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിലോ എപ്പോഴും ക്ലാസ്സില് പാട്ട് പാടാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കിയിട്ടായിരിക്കും ടീച്ചേഴ്സ് അതിന് വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഈ 4 ആസ്പെക്ട്സുകൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടോ? സോഷ്യലായിട്ട് അവര്, അതായത് അവർ ഇമോഷണൽ എങ്ങനെയാണ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിനോടും അല്ലെങ്കിൽ അവർ മറ്റവരും ആ ചുറ്റുപാടിനോട് എങ്ങനെയാണ് കുട്ടികൾ കോപ്പറേറ്റ് ചെയ്തത് അത് അനലൈസ് ചെയ്യണം. ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ് അനലൈസ് ചെയ്യണം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അനലൈസ് ചെയ്യണം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടതാണ്. അത് ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടാവും? 25ഓ 30ഓ അത്രയൊക്കെ പോവാം അല്ലെ. ഇത്രയും കുട്ടികളുടെ കാര്യങ്ങൾ ഒരു അധ്യാപിക നോക്കണമെങ്കിൽ നമ്മുടെ ഈ അധ്യാപനം എന്ന പ്രൊഫഷൻ ചില്ലറ കാര്യമാണോ? അല്ല. പക്ഷെ വെരി ഡിഫിക്കൽട്ട്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് മറ്റ് പ്രൊഫഷൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. ഒരാളെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്രയും കാര്യങ്ങൾ, അത് നിസ്സാര പണിയല്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഡിവൈൻ പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് ആ ഡിവൈൻ ആയിട്ടുള്ള തന്നിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് അനലൈസ് ചെയ്ത് വാച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ മറ്റുള്ളവർ പറയായിരിക്കും പഠിപ്പിച്ചാൽ പോരെ, നിനക്ക് പഠിപ്പിച്ചാൽ പോലെ, ടീച്ചേഴ്സിന് എന്താ ജോലി, പഠിപ്പിച്ചാൽ പോലെ അല്ലെ. ഇത്രയും പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെ പറയാറുണ്ട് ആൾക്കാര്. നിസ്സാര പണിയാന്ന വിചാരം. പറയുന്നവരെ പറഞ്ഞോട്ടെ, നമുക്കൊന്നും തിരുത്താനൊന്നും പറ്റില്ല. അത് അവരുടെ കോൺസെപ്റ്റ് ആണല്ലേ. നമുക്കത് കാണിച്ചു കൊടുക്കാനാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിയാം, പാരന്റ്സിന് അറിയാം. അല്ലാതെ അതിന്റെ ഇടയിൽ കുറെ മറ്റുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ. അധ്യാപനം വളരെ എളുപ്പമാണെന്ന് പറയുന്നതിന് വിമർശിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ അല്ലെ, ഇറങ്ങി നോക്കൂ. അതിന് അതിൻ്റെതായ അധ്യാപക ഇതങ്ങനെ ടഫാണെന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഞാൻ ചെന്നിട്ട് ഭയങ്കര ഇതായിരുന്നു. ടഫ് എന്ന് വെച്ചാല് എനിക്ക് നല്ലോണം മനസ്സിലായി ടീച്ചർമാരെങ്ങനെ കഷ്ടപ്പെടണം, നമ്മളെ ടീച്ചർമാരെങ്ങനെ കഷ്ടപ്പെടണമെന്ന് നല്ലോണം മനസ്സിലായി എടുത്തപ്പോ. നമ്മള് കുറച്ച് ദിവസത്തേക്കല്ലേ പോയത്, ഒരു കുറെ നാള് പഠിക്കുമ്പോ നല്ല ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടായില്ല, നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും എടുക്കരുത്. ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനെ ബുദ്ധിമുട്ടായിട്ട് എടുക്കാനല്ല പറഞ്ഞത്, ഇത്രയും ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ടാസ്ക് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഇതൊരു ബേർഡൻ ആയിട്ട് ഈ പ്രൊഫഷനെ തിരഞ്ഞെടുക്കാൻ എന്താണ് നമുക്കിത് നല്ല ഫീൽ ഫ്രീ ആയിട്ട് നമുക്കിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അധ്യാപനത്തെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോ സ്കൂളിലാണെങ്കിൽ കുട്ടികളാണ് അറ്റാച്ച് ചെയ്യുക, ആ ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചാൽ മാത്രം നമുക്ക് അതിനെ കഷ്ടപ്പാടില്ലാതെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പാടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും തന്നെ ടീച്ചർമാരാവാൻ വേണ്ടി താല്പര്യപ്പെടുത്താനല്ലേ ഇഷ്ടപ്പെട്ട ഈ കോഴ്സ് എടുത്തിരിക്കുന്നത്? അതെ മാം. അതൊരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കാനുള്ളതാണ്. ഈ ഒരു ഭാഗം ഒന്ന് ടിക്ക് ചെയ്തിരുന്ന ഡെവലപ്മെന്റ് പ്രൊഫൈലിലെ ഡിസ്ക്രിപ്ഷൻസിൽ എന്തൊക്കെ ടേംസ് ആണ് ഉൾപ്പെടുന്നത് എന്നുള്ളതിന്റെ ഈ പേരുകൾ പഠിച്ചു നോക്കണം കേട്ടോ. ഏതൊക്കെയാണ്? സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഓരോന്നിൽ എന്തൊക്കെ വരുന്നെന്ന് കൂടി ഒന്ന് പഠിക്കാം. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നത്? പ്രീ നമ്പർ സ്കില്ല് മുതൽ കുട്ടികളുടെ മറ്റ് കോൺസെപ്റ്റ്സ് വരെ വരുന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ലിസണിംഗ് സ്കിൽസ് ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ് ആണ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ എന്തൊക്കെയാണ്? അവരുടെ ക്രിയേറ്റീവ് ആർട്സിലെ എല്ലാ ആർട്ട് ഫോംസും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? യെസ് മാം. യെസ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സാമ്പിൾ ഓഫ് എ പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ ഒരു പേജ് ആണ്, ഫ്രണ്ട് പേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? കുട്ടിയുടെ പേര്, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ദെൻ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. നമ്മളിവിടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. കേട്ടോ, ഇതിലില്ല. അതൊന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്തിട്ടേക്കണേ. നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടോന്ന്. ഈ പേജിലുണ്ട്, നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതൊന്ന് എഴുതിയിട്ടേക്ക് കേട്ടോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിനൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല, കുറച്ച് കോളങ്ങളും റോസും കോളേഴ്സും ആയിട്ടായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൽ എന്തൊക്കെ എന്തോ ഒന്നുകൂടെ പറയുമോ? ഒന്നുകൂടെ പറയാമോ? സാമ്പിൾ പേജ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ചൈൽഡിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കും? നെയിം, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, ചൈൽഡിന്റെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അനലൈസ് ചെയ്യാനുള്ള ടേംസുകൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിലെ ഫോർമാറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? യെസ് മാം. നെക്സ്റ്റ് മുതൽ നമ്മൾ ടൈം ടേബിൾ അത് അടുത്ത ക്ലാസ്സിൽ എടുത്തോളാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ തീർന്നിട്ട് നിങ്ങൾ ആ സെമിനാർ എടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും കൂടി കൺഫ്യൂഷൻ ആയിരിക്കും. ഇതൊരു ക്ലാസ്സും കൂടി തീർക്കാവുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ തുടങ്ങി ടൈം ടേബിൾ എടുക്കാം, സെമിനാർ സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, എന്നിട്ട് പിന്നെയും അത് ക്ലാസ് കഴിഞ്ഞ പോലെ തോന്നാം. ഇന്ന് വേഗം ക്ലാസ് കഴിഞ്ഞ പോലെ. വേഗം ക്ലാസ് 12 മണി കറക്റ്റ് തുടങ്ങി. സ്ക്രീനിലേക്ക് നോക്കിയിട്ടേ പറ്റുന്നില്ല, തലവേദന തുടങ്ങി. 55 ക്ലാസ് ആയില്ല, കുഴപ്പമില്ല ക്ലാസ് ആയില്ല, കുഴപ്പമില്ല ക്ലാസ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ പകുതി വരെ എടുത്തിട്ടുണ്ട്. 2 പേജും കൂടെ ഉള്ളു കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ? പിന്നെ സൈൻ ഔട്ട്
ആർക്ക് വേണേലും പറയാം. മാം ഞാനാണ് രേവതിയാണ് സൈൻ ഔട്ട്. പറഞ്ഞോ. ഒരു സൗണ്ട് വോയിസ് ഉണ്ടായിരുന്നു, വോയിസ് മാറ്റാൻ വേണ്ടി ചേഞ്ച് ചെയ്തതാ. പ്ലേസ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആയില്ല. അല്ല മാം, എന്റെ ഓഡിയോ റേഞ്ച് കിട്ടുന്നിടത്ത് ഇരുന്നില്ലെങ്കിൽ ക്ലിയർ ആവത്തില്ല, വോയിസ് ക്ലിയർ ആവത്തില്ല. സോങ് ആണ് മാം. കുടജാദ്രിയിൽ കുട ചൂടുമാ കുളിർമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു മില്ലെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം. കുടജാദ്രിയിൽ കുട ചൂടുമാ കുളിർമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു മില്ലെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം. ഇടപച്ച പൂമഞ്ഞ കഴുകിത്തലോടുന്ന കാറ്റിൻ്റെ മന്ദരോ പ്രണയം. ഈയിടം കുസൃതി തന്നെ മണം ചൂടുന്ന പ്രണയം. കുടജാദ്രിയിൽ കുട ചൂടുമാ കുളിർമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു മെല്ലെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. വെരി ഗുഡ്. ലിറിക്സ് മറന്നുപോയാ? അതെ മാം, ചിലതൊന്നും ഓർമ്മയില്ല, കുറച്ചൊക്കെ മുമ്പുള്ളതല്ലേ. ശരി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. പോലെ നമ്മളെ കാത്ത് ഇനി ഒരു സെലിബ്രേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പോലെ പറയട്ടെ. നമ്മളെ കാത്ത് ഒരു സെലിബ്രേഷൻ കൂടി ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അറിയാലോ എന്താണെന്ന്? ക്രിസ്മസ് ആണ് അല്ലെ? അത് ഡേറ്റ് പിന്നീട് അറിയിക്കാട്ടെ എന്നാണെന്ന്. നേരത്തെ പറയണോ? ജിംഗിൾ ബെൽസ് പാടാം. നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കോ അത്യാവശ്യം. പാടാ സുറുമി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you, ma'am.